VPS Lakeshore SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം. പൊതുജനം കഴുതിയ LSR എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ 24ന്റെ ശ്രദ്ധയിൽ നിങ്ങൾക്കത് പെടുത്താനുള്ള അവസരം കൂടി ഞങ്ങൾ ഒരുക്കുന്നു. അതിന്റെ ഭാഗമായ ഒരു ഫോൺ നമ്പർ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കും. അത് വഴിയെ പറയാം. ഈ വിഷയങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ വാർത്താ ഇടപെടൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പൊതുജനം കഴുതിയ LSR. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാം. നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, അത് വാർത്തകളായിക്കോട്ടെ മറ്റു വിഷയങ്ങളായിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, ശ്രദ്ധയിലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പെടുത്തും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 048428400510. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുന്നു. അതിനുള്ള നമ്പർ 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഒരു നാടിനും ആ നാട്ടിലെ പൊതുജനങ്ങൾക്കും ഭീഷണിയായി പ്രവർത്തിക്കുന്ന ഒരു പാറക്കോറിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് പൊതുജനം കഴുതിയ LSR എന്ന പരിപാടി ആദ്യം കടക്കുന്നത്. കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലാണ് ഇത്തരമൊരു ക്വാറിയുടെ പ്രവർത്തനം. വാട്ടർ അതോറിറ്റിയുടെ 30 വർഷം പഴക്കമുള്ള പടുകൂറ്റൻ ജലസംഭരണിക്കരികിലാണ് രാപകൽ ഭേദമില്ലാതെ നിർബാധം പാറ പൊട്ടിക്കുന്നത്. ചോദ്യം ചെയ്യുന്നവരെ കയ്യൂക്കും കാശുമെറിഞ്ഞ് ക്വാറിയുടെ ഉടമകൾ വരുതിയിലാക്കുന്നതായാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജലസംഭരണിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. 30 വർഷത്തെ പഴക്കമുള്ള ഈ ജലസംഭരണിക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഒരു ക്വാറി ഇതിന് സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജലസംഭരണിയുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് പലതവണ ആശങ്കയറിയിച്ചുള്ള കത്ത് അധികാരികൾക്ക് വാട്ടർ അതോറിറ്റി അധികൃതർ നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ടൂ വീലർ പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റോഡെല്ലാം നശിച്ചു കിടക്കുകയാണ്. ഒരു കോറി നടത്താൻ വേണ്ടിയിട്ടുള്ള സർവ്വ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ കോറി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ജനുവരി 13 കേരള വാട്ടർ അതോറിറ്റി പത്തനാപുരം സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. ചെളിക്കുഴി 3-ാം വാർഡിലുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ 7.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള പടുകൂറ്റൻ ജലസംഭരണിക്ക് സമീപത്തായി ഒരു പാറക്വാറി ആരംഭിക്കാൻ പോകുന്നതായും 30-ലധികം വർഷം പഴക്കമുള്ള ടാങ്കിന്റെ സുരക്ഷയ്ക്ക് ഈ ക്വാറി ഭീഷണിയാകുമെന്നും ആശങ്ക പ്രകടിപ്പിച്ചുള്ള കത്ത്. വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ ഈ ക്വാറിക്ക് അനുമതി നൽകാവൂ എന്ന കത്തിൽ പ്രത്യേകം പറയുന്നു. ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ, ക്വാറി പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുള പഞ്ചായത്തിലും. വാട്ടർ ടാങ്കും ക്വാറിയും തമ്മിൽ മീറ്ററുകൾ മാത്രം അകലമെങ്കിലും ക്വാറി മറ്റൊരു പഞ്ചായത്തിലാണെന്ന കാരണം പറഞ്ഞ പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് കൈമലർത്തി. ഇതോടെ ഇതേ അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്വാറി സ്ഥിതി ചെയ്യുന്ന ഏഴംകുളം പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് നടപടി ആവശ്യപ്പെട്ട് കത്തു നൽകി. എന്നാൽ ലൈസൻസ് നൽകിപ്പോയെന്നും പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കാമെന്നുമായിരുന്നു പരാതിക്കാരോട് ഏഴംകുളം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒഴുക്കൻ മറുപടി. ഇതോടെ നാട്ടിലെ ചിലർ ജിയോളജി അധികൃതരെ സമീപിച്ചു. നടപടിക്കു പകരം പരാതിക്കാരെയും ക്വാറി ഉടമകളെയും വിളിച്ചിരുത്തി ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായിരുന്നു ജിയോളജി ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് കോറിയുടെ പ്രവർത്തനം നടക്കുന്നത്. രാത്രിയിൽ 2 മണി മുതൽ മണ്ണും ആണ് ഇവിടുന്ന് ലോഡ് ചെയ്ത് പോകുന്നത്. ലോഡ് കണക്കിന് മണ്ണുകളാണ് 16 വീല് വലിയ വണ്ടികൾക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ ആയാലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണിത്. അധികാരികൾ ഇത്തരം കാര്യങ്ങൾ യാതൊരുവിധ കണ്ണു തുറക്കാത്തൊരു നിലപാടാണ്. കാശുകൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാട് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഴംകുളം പഞ്ചായത്തിന് ഈ പാറമട നിർത്തിവെക്കണം, അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പത്തനാപുരത്ത് രേഖാമൂലം കത്ത് കൊടുത്തിട്ട് പോലും ഇത് തുടർന്ന് പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയ വാട്ടർ ടാങ്ക്
പുട്ടി തേച്ച് പെയിന്റടിച്ച് അറ്റകുറ്റപ്പണി നടത്തി ക്വാറിയിൽ നിന്ന് സംരക്ഷണമൊരുക്കുന്ന വിചിത്രമായ കാഴ്ച. പരാതിപ്പെടുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസെടുത്തും കയ്യൂക്കിന്റെ ബലത്തിൽ കീഴ്പ്പെടുത്തിയും ക്വാറി ഉടമകളുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു കാഴ്ച. രാപ്പകൽ ഭേദമില്ലാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാറക്കഷ്ണങ്ങൾ നിറച്ച ലോഡുമായി ടിപ്പറുകൾ ചീറിപ്പായുന്ന കാഴ്ച. പലപ്പോഴും ആ വണ്ടിയിൽ നിന്ന് പാറ തെറിച്ച് വീഴുകയും ഇതിന് താഴെ ഒരു സ്കൂളാണ്. ഇതുവഴി പല സ്കൂൾ വണ്ടികളും പോകുന്നത്. സ്കൂൾ ടൈമിന് പോലും ഇവർ വണ്ടികൾ ഒതുക്കാറില്ല. ഞങ്ങൾ പലപ്പോഴും നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാവരും പോയി പറയുന്ന സമയത്തൊന്നും ഇവർ യാതൊരു വക കാര്യങ്ങളൊന്നും ഒത്തുതീർപ്പാക്കുകയും ഒന്നും ചെയ്തില്ല. നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട പോലീസും ക്വാറിക്കു കാവൽക്കാരായി പ്രവർത്തിക്കുന്നു എന്നാണ് ആക്ഷേപം. ഭരണപക്ഷത്തെ ഉന്നത നേതാക്കളിൽ ക്വാറി ഉടമകൾക്കുള്ള സ്വാധീനമാണ് ഗുണ്ടായിസത്തിന് പോലും മുതിരാൻ ക്വാറി ഉടമകൾക്ക് പ്രേരണ. ഭരണപക്ഷത്തെ ഉന്നത നേതാക്കളിൽ ഇവർക്കുള്ള സ്വാധീനമത്രേ. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി നിയമപരമായി മുന്നോട്ടു പോകാനും ക്വാറിക്കെതിരെ നടപടിയുണ്ടാകും വരെ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാനുമാണ് പ്രദേശവാസികളുടെ തീരുമാനം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ ഇവർ തിരിച്ചറിയുന്നില്ല. ഇതിനകത്ത് എന്താണ് ഇവർ ഈ തരത്തിലേക്ക് ഉള്ള നടപടികൾ, ഈ ഒരു പ്രവണതയിലേക്ക് പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യത്തിന് ചിഹ്നമാണ്. പരിസ്ഥിതി ലോലമായ ഇത്തരമൊരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഈ ക്വാറിക്ക് കടിഞ്ഞാണിടാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ മറ്റൊരു കവളപ്പാറയോ പെട്ടിമുടിയോ ചൂരൽമലയോ ഒക്കെ ഇവിടെയും ആവർത്തിക്കാൻ അധികകാലം വേണ്ടിവരില്ല. ചില ഉത്തരവുകളുടെ മറപിടിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ക്വാറി ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണി തന്നെയാണ് ഉയർത്തുന്നതെന്ന് ഇന്നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഒരു നാടിന്റെ ആകെ ആശങ്കയാണ്. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയും അവർക്ക് ലഭിക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക്, പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അടുത്ത റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ നെൽകർഷകരുടെ ദുരിതത്തെപ്പറ്റി പലപ്പോഴായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആലപ്പുഴ പുന്നപ്രയിലെ നെൽകർഷകരുടെ ദുരിതമാണ് ഇനി പറയാൻ പോകുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നെല്ലെടുക്കാൻ അവിടെ നടപടിയായിട്ടില്ല. 20 ലക്ഷത്തിൽ പരം രൂപയുടെ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. മില്ലുടമകൾ മനഃപൂർവ്വം നെല്ലെടുക്കുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. മില്ലുടമകൾ അവരുടെ വാദവും നിരത്തുന്നുണ്ട്. വേനൽ മഴ ശക്തി പ്രാപിച്ചാൽ മുഴുവൻ നെല്ലും വെള്ളത്തിലാകും. നെഞ്ചിൽ കനലുമായി ആശങ്കയിലാണ് വെട്ടിക്കരി പാടശേഖരത്തെ കർഷകർ. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലെല്ലാം നെല്ല് സംഭരണം ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത വിഷയമാണ്. ആലപ്പുഴ പുന്നപ്ര വെട്ടിക്കരി പാടശേഖരത്തിലെ 235 കർഷകരുടെ 500 ഏക്കറിലെ 700 ക്വിൻ്റൽ നെല്ലാണ് ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത്. ഒരായിരം സ്വപ്നങ്ങളുമായി കർഷകർ കൊയ്ത്തു പൂർത്തിയാക്കിയ വെട്ടിക്കരി പാടശേഖരമാണിത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലെടുക്കാൻ നടപടിയില്ലാതായതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. ഒപ്പം വേനൽ മഴ എത്തുമോ എന്ന ആശങ്കയിൽ മാനവും നോക്കിയിരിക്കുകയാണവർ. യഥാസമയം മിഷനൊക്കെ വന്ന് കൊയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രശ്നം ഈ നെല്ല് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വാരിക്കൊണ്ട് എവിടെയെങ്കിലും കളയണോ അല്ലെ കത്തിക്കണോ? ഇപ്പം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരേക്കറിന് 40,000 രൂപ 45,000 രൂപ മുടക്കി കൃഷി ചെയ്തിട്ടുണ്ട്. നെല്ലിൻ്റെ എല്ലാ ദിവസവും വരും, തുറക്കും മറിക്കും. ഇത് തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈസ്റ്ററും വിഷുവും ഒക്കെ എല്ലാ വർഷവും വരുന്നതാണ്. ഇപ്പം അവർ പറയുന്നത് ഈസ്റ്റർ ഉണ്ട്, വിഷു ഉണ്ട് എന്നും പറഞ്ഞ് അവരിരിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരേക്കർ കൊയ്യുന്നതിന് 2,100 രൂപ നിരക്കിൽ യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് പൂർത്തിയാക്കിയത്. കൊയ്ത നെല്ലെല്ലാം പാടശേഖരത്തിന്റെ പല ഭാഗങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരേക്കറിൽ നിന്ന് 1.5 കിലോ വീതം നെല്ല് ലഭിച്ചു. ഈ പാടശേഖരത്തെ നെല്ലെടുക്കാൻ സിവിൽ സപ്ലൈസ് 3 മില്ലുകളെയാണ് ചുമതലപ്പെടുത്തിയത്. ഇതിൽ ഒരു മില്ല് തുടക്കത്തിൽ തന്നെ സംഭരണത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. മറ്റ് 2 മില്ലുകാരിൽ ഒരു മില്ലിന്റെ ഏജന്റ് ഇവിടെ എത്തി നെല്ല് നോക്കിയ ശേഷം മടങ്ങിപ്പോയി. മനഃപൂർവ്വം ഇവർ നെല്ലെടുക്കുന്നില്ല എന്ന് കർഷകർ പറയുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ കൃഷിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നടപടികളും ഇതുവരെ ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ സഹിക്കാനൊക്കാത്ത കാര്യം. ഞങ്ങൾ കർഷക തൊഴിലാളികൾ
അത് ഒന്നടങ്കം ഇത് ഇവരുടെ കൂടെ ഈ കൃഷിക്കാരുടെ കൂടെ തന്നെ നിന്ന് പണി ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും. കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അത് സർക്കാർ മുഖേന അറിയിക്കാൻ ചാനലുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 700ഓളം ക്വിന്റൽ നെല്ലാണ് മഴ ഭീഷണിയിൽ പാടശേഖരത്ത് വിവിധ ഇടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഉപ്പുവെള്ള ആശങ്കക്കിടെയാണ് കർഷകർ മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ കൃഷി പൂർത്തിയാക്കിയത്. ഒട്ടും ഈർപ്പമില്ലാത്ത നെല്ല് മഴയിൽ നനയിച്ച് ഈർപ്പത്തിന്റെ പേരിൽ കിഴിവ് കൂടുതൽ ആവശ്യപ്പെടാനുള്ള ഏജന്റുമാരുടെ തന്ത്രമാണ് സംഭരണം വൈകിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നനഞ്ഞ് കിഴിവും ഒക്കെ ഒരുപാട് കർഷകർക്ക് ദോഷകരമായ ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മില്ലുടമകളും പാടി ഓഫീസർമാരും ഒക്കെ തമ്മിലുള്ള ഒരു അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ നെല്ലെടുക്കാൻ വൈകുന്നത്. വേനൽ മഴ ഇടയ്ക്കിടെ ശക്തമാകുന്നതിനാൽ കൊയ്ത നെല്ലെല്ലാം മഴയിൽ നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഏക്കറിന് 40,000 രൂപയോളം ചെലവിട്ടാണ് കർഷകർ കൃഷി പൂർത്തിയാക്കിയത്. മില്ലുടമകളും ഏജന്റുമാരും പാഡി ഓഫീസർമാരും തമ്മിലുള്ള ഒത്തുകളിയാണ് സംഭരണം വൈകിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. കൂടുതൽ കിഴിവ് കർഷകർ നൽകുന്നതുവരെ വിലപേശൽ തന്ത്രവുമായാണ് ഏജന്റുമാരെത്തുന്നത്. ഇനി മഴ ശക്തമാകുമ്പോൾ നനയുന്ന നെല്ല് കൂടുതൽ കിഴിവോടെ വാങ്ങാനാണ് ഏജന്റുമാരുടെ നീക്കം. ഷിബിൻ ബഷീറിനൊപ്പം അനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് കർഷകരുടെ അധ്വാനമാണ് ഇങ്ങനെ അനാഥമായി കിടക്കുന്നത്. വേനൽ മഴയൊന്ന് ശക്തമായി പെയ്താൽ പാടശേഖരത്ത് കൂട്ടിയിട്ട നെല്ല് നശിച്ചു പോകും. നെല്ല് മഴയിൽ നനയിച്ച് ഈർപ്പത്തിന്റെ പേരിൽ കിഴിവ് കൂടുതൽ ആവശ്യപ്പെടാനുള്ള ഏജന്റുമാരുടെ തന്ത്രം എന്ന ആക്ഷേപവും കർഷകർ ഉയർത്തുന്നുണ്ട്. ഇനി എന്ത് ചെയ്താലാണ് ഇതിലൊരു നടപടി ഉണ്ടാവുക എന്നാണ് കർഷകർ ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. നമുക്കിത് ഒരു നമ്മുടെ കണക്കോടുള്ള ഒരു 700 ക്വിൻ്റൽ നെല്ലെങ്കിലും കാണും ഈ പാടത്ത്. ഏകദേശം നമ്മുടെ കണക്ക് വെച്ചിട്ട് അത്രയും 480 ഏക്കർ നിലമുണ്ട്, 235 കൃഷിക്കാരുണ്ട്. അവരുടെ ഈ കാര്യം നടക്കണ്ടേ? നമുക്ക് നെല്ലെടുത്തോണ്ട് പോയാൽ ഇങ്ങനെ ഇട്ട് മഴ പെയ്തു പോയാൽ തീർന്നു. ഒരു ദിവസം നല്ല മഴയായിരുന്നു, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് മുടക്കുമുതൽ പോലും കിട്ടാതെ കർഷകർ നിലനിൽക്കണ്ടേ? എടുക്കാനും ആളില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് 21 നെല്ല് വെട്ടുക, ഇത്തവണ 7 നെല്ല് കാണുമെന്ന് അറിയാൻ പാടില്ല. അതും എല്ലാം പോയി കിടക്കുക. ഈ മഴയത്ത് ഇത് എടുത്തില്ല എന്നൊരു ഉള്ളതും പോവും. അവരുടെ സ്വർണ്ണവും എല്ലാം കൂടെ പണയം വെച്ചും വിറ്റുമൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ചില കെട്ടിത്തുടങ്ങാൻ വകുപ്പ് ചിലപ്പോൾ ഉണ്ടാകും. കൊല്ലത്ത് CPIM നേതാക്കൾ നടുറോഡിൽ തമ്മിലടിച്ചു. ഇളമാട് ലോക്കൽ കമ്മിറ്റി അംഗം നിതീഷ്, ഇടത്തറ ബ്രാഞ്ച് സെക്രട്ടറി രജീബ് എന്നിവരാണ് തമ്മിൽ തല്ലിയത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, എന്താണ് പ്രശ്നം? സുജിത്ത്, രജിത്, ഈ കഴിഞ്ഞ മാസം 26-നായിരുന്നു പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ഇളമാട് പുള്ളുണ്ണി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട നിതീഷും രജീബും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി തൊട്ടടുത്ത ദിവസം ഇടത്തറപ്പണ എന്ന് പറയുന്ന സ്ഥലത്തെ ജംഗ്ഷനിൽ വെച്ച് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുകയും ചെയ്തതോടെ ഇത് പാർട്ടിക്ക് വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുവർക്കുമെതിരെ പാർട്ടി നടപടിയെടുത്തത്. രണ്ടുപേരെയും എല്ലാ ചുമതലകളിൽ നിന്നും പാർട്ടി ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ നിതീഷ് തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് ആയൂർ ഇളമാട് ജംഗ്ഷനിൽ വെച്ച് ഒരു പ്രതിഷേധ യോഗം, രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിരുന്നു. എന്നാൽ ഇത് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഇതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിതീഷ് ഇപ്പോൾ പാർട്ടിയുമായി തർക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും പാർട്ടി ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. നിതീഷ് പാർട്ടി വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായും ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അയാൾ കൂടുതൽ ആളുകളെ പാർട്ടിയിൽ നിന്നും അടർത്തിക്കൊണ്ട് പോയേക്കുമെന്നുള്ള ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നം ഇരുവർക്കുമെതിരെ നടപടിയെടുത്ത മുഖം രക്ഷിക്കാനായിരുന്നു പാർട്ടിയുടെ ശ്രമം. ഇനി ഏത് രീതിയിലേക്ക് ഇത് എത്തുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. രജിത്ത്, പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. നാടകീയ രംഗങ്ങളാണ് ഇന്ന് മുതലപ്പുഴയിൽ നമ്മൾ കണ്ടത്. മുതലപ്പുഴയിൽ പൊഴിമുറിച്ച് താൽക്കാലിക പരിഹാരം കാണാനുള്ള സർക്കാരിന്റെ നീക്കം മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ മനുഷ്യച്ചങ്ങല തീർത്തതോടെ ഉദ്യോഗസ്ഥരും പോലീസും പിന്മാറി. തലസ്ഥാനത്തിരുന്ന് യോഗം നടത്തുന്നത് അവസാനിപ്പിച്ച് മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ചർച്ച നടത്തണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പൊഴിമുറിക്കാനായി ഉദ്യോഗസ്ഥരെത്തിയാൽ തടയുമെന്നത് മുതലപ്പുഴയിലെ മനുഷ്യരുടെ ഉറച്ച തീരുമാനമായിരുന്നു. ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ മുതലപ്പുഴയിൽ സാക്ഷ്യം വഹിച്ചത് നാടകീയ രംഗങ്ങൾക്ക്.
ഇന്നു മുതൽ പൊഴിമുറിക്കൽ. ഡ്രഡ്ജർ കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമാക്കും. ഒരു ഡ്രഡ്ജർ കൂടി അടിയന്തരമായി എത്തിക്കും. 2 ലോങ് ബൂം എക്സ്കവേറ്ററുകളുടെ കൂടി സേവനം. ഇതൊക്കെയായിരുന്നു ഇന്നലെ മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയിലെ ഉറപ്പുകൾ. പൊഴിമുറിക്കാൻ ഉദ്യോഗസ്ഥരെത്തും മുൻപ് മണൽപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ വള്ളം നിരത്തി. സർവ്വസന്നാഹങ്ങളോടെയുമാണ് ഉദ്യോഗസ്ഥ സംഘം പൊഴിമുറിക്കാൻ മുതലപ്പൊഴിയിലെത്തിയത്. സുരക്ഷ ഒരുക്കാൻ കാക്കിപ്പടയും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ആർത്തിരമ്പി. ഇപ്പോൾ അവിടെ വന്ന് പ്രതിഷേധം കണ്ടപ്പോൾ അവരുടെ ആശങ്ക അവർക്ക് വള്ളങ്ങൾ കടലിൽ പോകണം. വലിയ വള്ളങ്ങൾ കടലിൽ പോകണമെങ്കിൽ പൊഴി മുറിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, വള്ളങ്ങൾക്ക് പോകുന്ന വിധത്തിലുള്ള വീതിയും ആഴവും അവിടെ ഉണ്ടാവണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഹിറ്റാച്ച് മാത്രമല്ല ഡ്രഡ്ജറും കൂടെ ഉപയോഗിച്ചിട്ട് ആ പ്രവൃത്തി ചെയ്യാമെന്നും രാത്രിയും പകലും വെച്ചിട്ട് 2-4 ദിവസം കൊണ്ട് അത് ഡ്രഡ്ജർ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. പക്ഷേ അവർ ഫുള്ളായിട്ട് എൻ്റെ കൂടെ നിൽക്കണം. മണൽത്തിട്ട് മുഴുവൻ മാറ്റി അഴിമുഖത്ത് 5 മീറ്റർ ആഴം ഉറപ്പാക്കിയില്ലെങ്കിൽ മത്സ്യബന്ധനം മുടങ്ങുമെന്നും സമീപത്തെ 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ വാദം. ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാൻ വന്ന ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല. ഒരു കാരണവശാലും ഈ മണ്ണ് ടച്ച് ചെയ്ത് മാറ്റാതെ ആരുമായി ഒരു കോൺഗ്രസ് നടപടിയിലേക്ക് ഇവിടുത്തെ സമരസമിതി നിൽക്കത്തില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാതെ ഈ മണ്ണ് ഇവിടുന്ന് മാറ്റാതെ ഞങ്ങളിൽ ഒരാളും പിന്നിലോട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ മനുഷ്യമതിലിന് മുന്നിൽ ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും മടങ്ങി. മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്ന ആവശ്യത്തോടുള്ള സർക്കാർ സമീപനം നിർണായകമാകും. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഈ പൊഴിയിൽ മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം 78 മൃതദേഹം കിട്ടാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ എണ്ണവും നിരവധി. അതുകൊണ്ട് തന്നെ മുതലപ്പൊഴിയിലെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു സീസണൽ പരിഹാരമല്ല, മറിച്ച് ശാശ്വത പരിഹാരമാണ്. ടീം 24-നൊപ്പം ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടത്താത്തതിനാൽ തുറന്നുകൊടുക്കാനാകാതെ കിടന്ന തൃശൂർ കോർപ്പറേഷന്റെ ഒല്ലൂർ സോണൽ ഓഫീസിന് ഒടുവിൽ ശാപമോക്ഷം. കഴിഞ്ഞ ഡിസംബർ 18-ന് നടക്കേണ്ട ഉദ്ഘാടനം അവസാനം ഇന്ന് നടന്നു. സോണൽ ഓഫീസിന്റെ ഉദ്ഘാടനം വൈകുന്നത് 24 നേരത്തെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. സോണൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾക്ക് സൗകര്യപൂർവ്വം സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ. തൃശൂർ കോർപ്പറേഷന് കീഴിലെ ഇക്കാണുന്ന ഒല്ലൂർ സോണൽ ഓഫീസ് ഡിസംബർ 18-ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പോസ്റ്റർ ഉൾപ്പെടെ പുറത്തിറങ്ങി. പക്ഷേ ഉദ്ഘാടനം മാത്രം നടന്നില്ല. നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടക്കാത്തതിനാൽ തുറന്നുകൊടുക്കാനാകാതെ കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട് തൃശൂരിൽ. ഉദ്ഘാടകനെ കിട്ടാതായതോടെ കോർപ്പറേഷൻ സോണൽ ഓഫീസ് കെട്ടിടമാണ് തുറന്നുകൊടുക്കാതെ കിടക്കുന്നത്. ഇതോടെ പൊതുജനങ്ങളും അതോടൊപ്പം ഉദ്യോഗസ്ഥരും ദുരിതത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 18-ന് തൃശൂർ കോർപ്പറേഷന് കീഴിലെ ഒല്ലൂർ സോണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പോസ്റ്റർ വരെ ഇറക്കിയെങ്കിലും പെട്ടെന്ന് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. സോണൽ ഓഫീസ് തുറന്നു കൊടുക്കാത്തത് മൂലം പൊതുജനങ്ങളും ജീവനക്കാരും അനുഭവിക്കുന്ന ദുരിതം 24 തുറന്നുകാട്ടി. ഇതിന് പിന്നാലെയാണ് വേഗത്തിൽ ഉദ്ഘാടനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് തൃശൂർ കോർപ്പറേഷൻ എത്തിയത്. പൊതുജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഓഫീസ് സമുച്ചയമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് തൃശൂർ മേയർ MK വർഗീസ് പറഞ്ഞു. തൃശ്ശൂരിൻ്റെ മെയിൻ ഓഫീസിനെ അതിനേക്കാൾ വെല്ലുന്ന ഒരു സോണൽ ഓഫീസ് ആദ്യമായി ഒല്ലൂർ പ്രദേശത്ത് നമ്മളിപ്പോൾ പണിത് പൂർത്തീകരിച്ചിരിക്കുക. ഇന്ന് പൂരത്തിന് നിൽക്കുന്ന ഒരു ആന നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. എല്ലാവിധ സജ്ജീകരണത്തോടു കൂടി അത് നടത്തിയിട്ടുണ്ട്. ഒടുവിൽ ഇന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി K രാജൻ ലിഫ്റ്റിന്റെ സമർപ്പണം നിർവഹിച്ചു. സോണൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾക്ക് സൗകര്യപൂർവ്വം സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ. തൃശൂർ കോർപ്പറേഷന് കീഴിലെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസും ഒല്ലൂക്കര സോണൽ ഓഫീസും നിർമ്മാണ ആരംഭഘട്ടത്തിലാണ്. സോണൽ ഓഫീസിന്റെ പുതിയ കെട്ടിട സമുച്ചയം തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനം പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. മെച്ചപ്പെട്ട സേവനം കൂടി ഉറപ്പാക്കിയാൽ ജനങ്ങൾക്ക് നേട്ടമാകും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നാണ് കുടിക്കാൻ ശുദ്ധമായ വെള്ളം ലഭിക്കുക എന്നത്. പക്ഷേ ഇപ്പോഴും കേരളത്തിന്റെ പലയിടങ്ങളിലും കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നവരുടെ കഥ പലപ്പോഴായി പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും അതിന് പരിഹാരവും ഉണ്ടായിട്ടുണ്ട്.
ഇനി പറയാൻ പോകുന്നത് കോഴിക്കോട് ചാത്തമംഗലം നിവാസികളുടെ ദുരിതത്തെ പറ്റിയാണ്. കഴിഞ്ഞ 8 മാസമായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ചാത്തമംഗലം നിവാസികൾ. NCPC പദ്ധതിയിലൂടെ ലഭിച്ചിരുന്ന വെള്ളം മുടങ്ങിയതാണ് ഇപ്പോഴാ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. ചാത്തമംഗലം പഞ്ചായത്തിലെ 8 വാർഡുകളിലെ കുടുംബങ്ങളാണ് കുടിവെള്ളം ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ടുന്നത്. NCPC പദ്ധതി പാതിവഴിയിൽ നിലച്ചതാണ് ഇവിടെ ദുരിതത്തിന് കാരണം. ചാത്തമംഗലം പഞ്ചായത്തിലെ 6 മുതൽ 12 വരെയും 14-ാം വാർഡിലെയും കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നത്. ഇവിടെ വെള്ളമില്ലാതായിട്ട് കുറേ 8-10 മാസത്തോളം ഇപ്പോൾ വെള്ളമില്ലാതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. ഇവിടെ ഒരു കിണറുണ്ട്, അതിലാണ് ഇപ്പോൾ 16 പേർക്കാരെ ആശ്രയം. പിന്നെ രാത്രിയില്ല പകലില്ലാതെ ആൾക്കാരെ മുക്കുകയാണ്. ഒരു കൂട്ടം രാത്രി മുക്കുക, ഒരു കൂട്ടം രാവിലെ മുക്കുക, അങ്ങനെ ഇതുവരെ മുക്കിക്കൊണ്ടുവന്ന് അടിയെത്തി തുടങ്ങിയ വെള്ളം. ഈ പദ്ധതിയുടെ ഉപഭോക്താക്കളായ മാളികത്തടം കോളനിയിലെ കുടുംബങ്ങളും വെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ്. 36 കുടുംബങ്ങൾക്കുള്ള ഏക ആശ്രയം ഈ കിണറാണ്. ഇത്രയധികം പേർ ഉപയോഗിക്കുന്നതിനാൽ വെള്ളം തികയുന്നില്ല. കലക്ക വെള്ളമാണ് പലപ്പോഴും ലഭിക്കുന്നത്. ഇനി പോയിട്ട് വെള്ളം മുക്കണം, രാത്രി വരെ അത് മുക്കണം. ചെറിയ മക്കളൊക്കെ ഉണ്ട്, അപ്പോൾ കിണറിൽ അടിയാണ് വെള്ളം. കുറേ സമയം എടുക്കും മുക്കിയെടുക്കാൻ. 2-3-4 ആൾക്കാർ മുക്കുമ്പോൾ വെള്ളം കലങ്ങും. കുറേ ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കിട്ടൂല എന്നുള്ളതിലാണ്. ഈ മഴവെള്ളം അതുള്ളൂ. അങ്ങനെ 1000 റുപ്യ അടുപ്പിച്ച്, പിന്നെ മാർച്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു, ഇതുവരെ കിട്ടിയില്ല. വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിലവിൽ 10 പ്രാവശ്യം കത്തയച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി പൈസ അടക്കണം എന്ന് പറഞ്ഞിട്ട് 10 പ്രാവശ്യത്തോളം കത്തയച്ചിട്ടും അതിൻ്റെ അകത്തുനിന്ന് യാതൊരു മറുപടിയും അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായൊരു സംഭവവും പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് വെച്ച് ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. കലക്ടറെ പരാതിമേൽ ഒരു തീർപ്പ് ഇതുവരെ വന്നിട്ടില്ല. ആദ്യ മാസങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സ്ഥിരമായി വെള്ളം എത്തിച്ചു കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ വിരളമാണ്. സ്വന്തമായി വെള്ളം പണം നൽകി വാങ്ങാൻ പലർക്കും ശേഷിയില്ല. മഴവെള്ളം ശേഖരിച്ച് ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. വാട്ടർ അതോറിറ്റിയിൽ 20 ലക്ഷം രൂപ കുടിശ്ശിക ഉള്ളതിനാലാണ് പദ്ധതി മുടങ്ങിയത് എന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. നിലവിൽ ഈ പദ്ധതി നടത്തിപ്പിന് 24 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും 2 വ്യക്തികളെ വെള്ളക്കരം കൈപ്പറ്റുന്നതിനും അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടക്കത്തിലെ ആവേശം പിന്നീട് ഉണ്ടായില്ല. പദ്ധതിയുടെ തുടർ നടത്തിപ്പിനും അറ്റകുറ്റപ്പണിക്കും ഓരോ ഗുണഭോക്താവിൽ നിന്നും 5000 മുതൽ 18,500 രൂപ വരെ കണക്ഷൻ ചാർജായി ഈടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ വാട്ടർ അതോറിറ്റിയിൽ തുക അടയ്ക്കുകയോ ചെയ്തില്ല. ഇതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. വേനൽ കടുത്താൽ ഇവരുടെ ദുരിതം ഇരട്ടിയാകും. കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് കുടിവെള്ളം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെടണം. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീസി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പദ്ധതിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പിന്നീടുണ്ടായില്ല. കുടിവെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് ആ പ്രദേശവാസികൾ. ആദ്യമൊക്കെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഇടപെട്ട് വെള്ളം എത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതും നടക്കുന്നില്ല. അധികാരികൾ വിഷയത്തിൽ ഉടൻ ഇടപെട്ട് ഈ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ആ പ്രദേശവാസികൾ പറയുകയാണ്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. വണ്ടി വെള്ളം കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അവിടെ, പിന്നെ അത് നിന്ന് പിന്നെ വെള്ളം തീരെ അല്ലാതായി. ഇപ്പോൾ 2025 ജനുവരി മാർച്ച് 1 വെള്ളമല്ല. ഇവിടെ പ്രായമായ ആൾക്കാരും കുട്ടികളും എല്ലാവരും ഉള്ള ഒരു കോളനിയാണ്. അവസരത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇതാണത്. വെള്ളം കിട്ടുന്നില്ല. വെള്ളം എങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ആരും തരുന്നുള്ളൊരു പ്രതീക്ഷയില്ല. 8 മാസത്തോളം വെള്ളമില്ലാതായിട്ട് ജലത്തിന് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. സുഖലത്തിൽ കുറേ ആൾക്കാരുണ്ട്, ഇവർക്ക് വെള്ളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് വണ്ടി വെള്ളം 2 ദിവസം കിട്ടീന്, ഇവർ വന്നില്ല. പിന്നെ 1000 കൊടുക്കുന്ന 1000 കൊടുത്ത് വെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ സ്ഥിതി. പൈപ്പ് വെള്ളം ഇതിന് മുന്നേ ഉണ്ടായിന്, വെള്ളത്തിന് പൈസ അടിച്ചിട്ട് ഇതുവരെ വെള്ളം തന്നിട്ടുമില്ല. ഞങ്ങളെ 8-ാം വാർഡാണിത്. 8-ാം വാർഡിലെ പിന്നെ വാർഡ് മെമ്പർമാരായിട്ടും ചാത്തമംഗലം പഞ്ചായത്തു നിന്നും ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുടിവെള്ളം ഇതുവരെ വണ്ടിയിലായിട്ടൊന്നും കൊണ്ടു തന്നിട്ടില്ല. ചാത്തമംഗലത്തേതിന് സമാനമാണ് മലപ്പുറം ചെറുകാവ് പഞ്ചായത്തിലെയും അവസ്ഥ. അവിടെയും കുടിവെള്ള പ്രതിസന്ധി അതിരൂക്ഷമാണ്. കുടിവെള്ളം ലഭിക്കാതെ പ്രയാസത്തിലായിരിക്കുന്നത് 300ഓളം കുടുംബങ്ങളാണ്. ചാത്തമംഗലത്തെ പ്രശ്നം തുടങ്ങിയിട്ട് ഏതാണ്ട് 8 മാസം എന്നാണെങ്കിൽ ചെറുകാവിലേത് അവിടെ വർഷങ്ങളായുള്ള പ്രതിസന്ധിയാണ്. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ചെറുകാവ് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്ത്
300ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നത്. 7-8 വാർഡുകളിലാണ് ഇത്തരം വലിയ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിലകൊള്ളുന്നത്. വർഷങ്ങളായി കുടിവെള്ളത്തിനായി പ്രയാസപ്പെടുകയാണ് ഈ കുടുംബങ്ങൾ. മേലെ പാറപ്പുറം, കൊല്ലപ്പെടായി നഗർ, കീരിക്കുന്ന് നഗർ എന്നിവിടങ്ങളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല. ചുരുക്കം ചിലയിടങ്ങളിൽ കിണറുകളുണ്ടെങ്കിലും വേനൽ ശക്തമായതോടെ പ്രതിസന്ധി രൂക്ഷമായി. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ മെയിനായിട്ട് കുടിവെള്ളമില്ല. ഏകദേശം 10-30 വർഷമായിട്ട് ഇത് തന്നെ അവിടുത്തെ സ്ഥിതി. ഇപ്പോൾ നിരവധി തവണ നമ്മൾ പഞ്ചായത്തായിട്ടും അല്ലെങ്കിൽ വാർഡ് മെമ്പറായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു രാഷ്ട്രീയ ഉപരി നമുക്കൊരു പരിഹാരം വേണമെന്നുള്ളതുകൊണ്ട് ആണ് നമ്മൾ മലപ്പുറം ജില്ലാ കളക്ടറെ ഓഫീസിലേക്ക് പരാതി അയച്ചത്. ഏകദേശം 100-200ഓളം ആൾക്കാരെ ഒപ്പിശേഖരണം നടത്തിയിട്ടാണ് ഞങ്ങൾ പരാതി അയച്ചത്. പക്ഷെ ആ പരാതി അയച്ചിട്ട് ഏകദേശം ഒരു 10 മാസമായിട്ടും ഇതുവരെ അതിനെതിരെ ഒരു നടപടിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇന്ന് വരും നാളെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണം നൽകിയും ചുമന്നുമൊക്കെയാണ് വെള്ളം ഇങ്ങോട്ടെത്തിക്കുന്നത്. ചീക്കോട് കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് പ്രദേശത്തെക്കാൾ താഴ്ന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇങ്ങോട്ട് വെള്ളമെത്തില്ല. ജൽജീവൻ മിഷന്റെ കുടിവെള്ളവും ഇങ്ങോട്ടെത്തിയിട്ടില്ല. പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു. താഴ്ഭാഗത്ത് കുടിവെള്ള ടാങ്ക് സ്ഥാപിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉയർന്ന സ്ഥലത്ത് ടാങ്ക് സ്ഥാപിച്ച് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. വേനൽ കടുത്തതോടുകൂടി കിണറുകളും വറ്റിവരണ്ടിരിക്കുകയാണ്. കുടിവെള്ളം എത്ര നാൾ പണം നൽകി വാങ്ങണം എന്നാണ് അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. പല പല കാരണങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ എന്ന് അധികൃതരും വിശദീകരിക്കുന്നു. ഉടൻ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ചെറുകാവ് സ്വദേശികൾ പറയുന്നത്. ഈ പ്രശ്നവും നമ്മൾ അധികാരികളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. അനുകൂലമായൊരു ഇടപെടൽ, അവർക്ക് അനുകൂലമായൊരു ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ചില പ്രതികരണങ്ങൾ കൂടി കാണാം. വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ കയ്യിൽ നിന്ന് പണം എടുത്ത് മോട്ടോർ കേട് വന്നു കഴിഞ്ഞാൽ മോട്ടോർ നന്നാക്കുന്നു, കിണർ വറ്റിക്കഴിഞ്ഞാൽ കിണർ നന്നാക്കുന്നു. ഇതൊന്നും പഞ്ചായത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാതെ 1500 റുപ്യ ഒരു ലോഡ് വെള്ളം കിട്ടണ 2000 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ 1500 റുപ്യ വണ്ടിക്ക് കൊടുത്തിട്ട് ഈ പ്രദേശത്തെ ആൾക്കാർ മുഴുവൻ വണ്ടിക്ക് വെള്ളം അടിച്ചിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിൽ വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് കൊണ്ടുവരാൻ അങ്ങനെ അടുത്തൊന്നും ഇല്ല. അപ്പോൾ അടുത്തുള്ള കിണറ്റിലൊക്കെ പോയി വെള്ളം കൊണ്ടുവരും. ഇപ്പം കുറച്ച് കാലത്തന്നെ ഉണ്ട് ഈ വെള്ളം വന്നാൽ എത്തിച്ചാൽ കിട്ടും. എല്ലാവരും ആവശ്യത്തിനൊന്നും കിട്ടൂല, അതിന് മാത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് വണ്ടിക്ക് അടിക്കലാണ് വെള്ളം. ഞങ്ങൾ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. തുള്ളി വെള്ളം കിണറ്റിലൊന്നും ഇല്ല. വെള്ളത്തിൻ്റെ വരുന്നുണ്ട് അറിഞ്ഞിട്ടൊന്നും എത്തുന്നില്ല. എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തുള്ളി വെള്ളം അവിടെ കിട്ടണില്ല. പൈസ കൊടുത്തിട്ടാണ് വെള്ളം അടിപ്പിക്കുക. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. വെള്ളം കിട്ടണം. വെള്ളം കിട്ടാനാണ് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ചെയ്തു തരണം. ഞങ്ങൾ വെള്ളം ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ കെട്ടിപ്പേറി കൊണ്ടുവരണം, താഴത്തുനിന്ന് കൊണ്ടുവരണം. ജലജീൻ്റെ വെള്ളം ഉണ്ട്, അത് എപ്പോഴെങ്കിലുമൊക്കെ വരല്. അവൻ കിട്ടാൻ കൊതല്ലാതായിന്. തുള്ളി വെള്ളം കിട്ടാനില്ല. ഞാൻ എൻ്റെ കാലം ചെറുപ്പത്തിൽ ഈ വെള്ളത്തിന് നടക്കൽ തൊട്ട് ഇന്ന് വരെ ഇവിടെ വെള്ളമില്ല. ഈ ജലനിധിൻ്റെ വെള്ളം കുറച്ച് കിട്ടും, പിന്നെ ബാക്കിയുള്ളത് താഴത്തുനിന്ന് ഇവിടെ നിന്നും കെട്ടിപ്പേറി കൊണ്ടുവരികയാണ്. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിലവിലിത് മഴവെള്ളത്തിന് പാത്രം വെച്ചത് അതൊക്കെ. പിന്നെ കുറച്ച് വെള്ളം ജലനിധിൻ്റെ വരും, അത് കുടിക്കാനൊക്കെ എടുക്കും. പിന്നെ എവിടെയും പോയി കൊണ്ടുവരാൻ വയ്യേനു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു തമിഴ്നാട് ഗവർണർ RN രവി. തടഞ്ഞുവെച്ച ബില്ലുകൾ സംബന്ധിച്ച സുപ്രീം കോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. ഡൽഹിയിലെത്തി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തും. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ RN രവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പിന്നീട് ചരിത്രപരമായൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ബില്ലുകളിലെ സാവകാശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വ്യക്തത വരുത്തിയ ചരിത്രവിധി, അതിന് എതിരെ ഈ അധികാരവുമായി ബന്ധപ്പെട്ട് ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന സംബന്ധിച്ചുള്ള അധികാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വ്യക്തത വരുത്തിയതിന് പിന്നാലെ കേന്ദ്രവും പുനഃപരിശോധനാ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതിനിടയിലാണ് RN രവി കൂടി ഈ ബില്ലുകൾ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നത്. എന്താണ് വിശദാംശങ്ങൾ റൈസ്?
ചരിത്രവിധി തന്നെയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. പക്ഷേ അതൊരു ചരിത്ര നാണക്കേടായി തമിഴ്നാട് ഗവർണർക്ക് മാറുന്ന തരത്തിലുള്ള വിധി കൂടിയായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർ ഇതുവരെ അതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. അതിനുശേഷവും പിന്നീട് പല വിവാദത്തിലും അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 3 ദിവസത്തെ ഡൽഹി സന്ദർശനം നടത്തുമ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നവരുടെ പട്ടിക ചികഞ്ഞാൽ അതിനുള്ള കാരണം വ്യക്തമാകും. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിയമമന്ത്രി തുടങ്ങിയവരുമായിട്ടാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയാൽ ആദ്യം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് റിവ്യൂ പെറ്റീഷൻ നൽകാനാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേസിൽ തുടർ നടപടികൾ എന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും മൗനം പാലിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് 3 ദിവസത്തെ സന്ദർശനത്തിനായി പോയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം വിവിധ നിയമ വിദഗ്ധരുമായി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച ചെന്നൈയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. പിന്നാലെ ഡൽഹിയിലേക്കും ഒരു നീണ്ട നിരയുള്ള അഭിഭാഷകരുടെ ഒരു നീണ്ട നിര തീരുമാനിച്ച് അവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ തമിഴ്നാട് ഈ സുപ്രീം കോടതിയിൽ പോയി നേടിയെടുത്ത ചരിത്ര വിധിയിൽ താനൊട്ടും പിന്നോട്ടില്ല, അല്ലെങ്കിൽ ആ വിധി അങ്ങനെ നിലനിന്നുകൊണ്ട് പോകാൻ താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നയമാണ് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും ഇതിൽ വളരെ നിർണായകമാകും. കാരണം ഇന്ന് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള ഉപരാഷ്ട്രപതിയുടേതായി വന്നിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയും ഉണ്ട്. അത് സുപ്രീം കോടതിയെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. അപ്പോൾ അതിനൊക്കെ പിന്നാലെ ചുവട് പിടിച്ച് ഗവർണർ കൂടി ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. ചർച്ചകൾ നിർണായകമാണ്. നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് നീക്കം. TK. ശരി, മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധി, അതിനെതിരെ നിയമ പോരാട്ടത്തിനുള്ള ശ്രമം കേന്ദ്രം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ RN രവി കൂടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ഡൽഹിയിൽ അദ്ദേഹം നടത്തി എന്നാണ് മുഹമ്മദ് റയീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും വളരെ സങ്കടകരമായ ഒരു വാർത്ത മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്ന് പുറത്തു വരുന്നവിടെ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീയും ബന്ധുവായ കുട്ടിയും മുങ്ങി മരിച്ചു. കരിങ്കപ്പാറ സ്വദേശി ആബിദ, 12-കാരനായ മുഹമ്മദ് ലിനാൻ എന്നിവരാണ് മരിച്ചത്. ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ് ലിനാൻ. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വൈകിട്ടാണ് സംഭവം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.